പ്രധാന വാർത്തകൾ. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. നെല്ലായ നെടുങ്കയം ജലസേചന പദ്ധതി പ്രവർത്തനം നിലച്ചു. 250 ഏക്കർ കൃഷി ഉണക്ക് ഭീഷണിയിൽ. ഉടൻ നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന കർഷക സംഘം. പ്രശ്നം പരിഹരിക്കാൻ ഡിസംബർ 9 സർവകക്ഷി യോഗം വിളിക്കുമെന്ന വാർഡംഗം മരക്കാർ മാരായമംഗലം. ഒറ്റപ്പാലത്ത് CPM വിമതരുടെ ശ്രമം വിഫലമായി. CPMലേക്ക് കൂറുമാറിയ കൌൺസിലർ AK പ്രബലയെ അയോഗ്യയാക്കണമെന്ന വിമതരുടെ ഹർജി ഇലക്ഷൻ കമ്മീഷൻ തള്ളി. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വിമത നേതാവ് SR പ്രകാശ്. പട്ടാമ്പിയിൽ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെ രാത്രി ആക്രമണം. സമഗ്രമായ അന്വേഷണം വേണമെന്ന് CP മുഹമ്മദ് MLA. പെരിന്തൽമണ്ണ വിദ്യാഭ്യാസ ഓഫീസിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ക്ലർക്കിൽ നിന്നും തുക തിരിച്ചുപിടിക്കാൻ ഉത്തരവ്. ക്രമക്കേട് നടത്തിയത് ഉപജില്ലാ മേളകൾക്കായി വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്ത തുകയിൽ നിന്ന്. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ METയും ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളും മുന്നേറ്റം തുടരുന്നു. ഷൊർണൂർ ഉപജില്ലാ കലോത്സവ നൃത്ത മത്സരങ്ങൾ ബുധനാഴ്ച മുതൽ വല്ലപ്പുഴയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ 250 ഏക്കറോളം നെൽകൃഷിക്ക് പ്രയോജനം ലഭിച്ചിരുന്ന നെടുങ്കയം ചെറുകിട ജലസേചന പദ്ധതിയുടെ പ്രവർത്തനം അധികൃതരുടെ അനാസ്ഥ മൂലം നിലച്ചു. ഉടൻ ജലസേചനം നടത്താൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കർഷകർ. 1984 നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ നെടുങ്കയം ചെറുകിട ജലസേചന പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ കുളപ്പിട, മാവുണ്ടിരി, വരണമംഗലം, അരീക്കപ്പടി എന്നിവിടങ്ങളിലായി 250 ഏക്കറോളം നെൽകൃഷിക്കാണ് നെടുങ്കയം ജലസേചന പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരുന്നത്. തൂതപ്പുഴയിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഇവിടെ നിന്നുള്ള പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോറുകൾക്ക് വൈദ്യുതി ലഭിക്കാൻ പ്രത്യേക ട്രാൻസ്ഫോർമറും സ്ഥാപിച്ചിരുന്നു. ട്രാൻസ്ഫോർമറിൽ ഓയിലില്ലാത്തതിനാൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതാണ് പദ്ധതി നിലയ്ക്കാൻ കാരണം. ട്രാൻസ്ഫോർമറിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ചെറുകിട ജലസേചന പദ്ധതിയുടെ ഷൊർണൂറുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നാണ്. ഈ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ചാലക്കുടിയിലെ ഇലക്ട്രിക്കൽ ഓഫീസിൽ നിന്നാണ് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതെന്ന മറുപടിയാണത്രേ കർഷകർക്ക് ലഭിച്ചത്. എന്നാൽ പുതിയവ സ്ഥാപിക്കാനല്ലാതെ നിലവിലുള്ളതിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ തങ്ങൾക്ക് ചുമതലയില്ല എന്ന നിലപാടിലാണ് ചാലക്കുടി ജലസേചന പദ്ധതിയുടെ ഇലക്ട്രിക്കൽ വിഭാഗം. 2 മോട്ടോറുകളാണ് വർഷങ്ങളായി ഇവിടെ കേടുവന്ന് കിടക്കുന്നത്. ഇത് ശരിയാക്കിയെടുക്കാനും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 120 HP-യുടെ 2 പുതിയ മോട്ടോറുകൾ ലഭിച്ചത് 1 വർഷമായി സ്ഥാപിച്ചിട്ടുമില്ല. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ തെളിവായി ഇവയെല്ലാം ഇവിടെ നോക്കുകുത്തികളായി കിടക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 1 മോട്ടോറാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് വൈദ്യുതി ലഭിക്കാത്തതിനാൽ ഉപയോഗിക്കാതെ കിടക്കുന്നത്. കാഞ്ഞിരപ്പുഴ ഡാം തുറന്നു വിടാത്തതിനാൽ ചളവറ ഗ്രാമപഞ്ചായത്തിലും മറ്റും ഏക്കർ കണക്കിന് നെൽകൃഷി ഉണക്കുഭീഷണി നേരിടുന്ന അതേ അവസ്ഥ തന്നെയാണ് നെല്ലായിലും ഉണ്ടായിരിക്കുന്നത്. കൃഷികൾ ഇപ്പോൾ നെല്ല് കോല് പൊട്ടിലാവുന്നുള്ളൂ. അതൊക്കെ എല്ലാം വെട്ടിക്കിടക്കാണ്. അപ്പൊ ഈ മോട്ടർ ഇതൊക്കെ ഇവിടെ ശരിയായി കിട്ടുകയാണെങ്കിൽ നമുക്ക് വെള്ളം കൊണ്ട് അത് ആ കൃഷി ഉണങ്ങാതെ എടുക്കാം. മോട്ടോർ കേടായാലും ട്രാൻസ്ഫോർമറിൽ ഓയിലില്ലെങ്കിലും നെൽകൃഷി നശിച്ചുണങ്ങിയാലും എല്ലാ നഷ്ടവും അവസാനം കർഷകർക്ക് തന്നെയാണ്. പ്രവർത്തനം നിലച്ച നെല്ലായ നെടുങ്കയം ചെറുകിട ജലസേചന പദ്ധതി പ്രദേശം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനും കർഷക സംഘം ഭാരവാഹികളും സന്ദർശിച്ചു. ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്ന് കർഷക സംഘം നെല്ലായ വില്ലേജ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. നെൽകൃഷിക്ക് പുതുനാമ്പ് പൊട്ടേണ്ട ഈ സമയത്ത് വെള്ളം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉടൻ വെള്ളം ലഭിച്ചില്ലെങ്കിൽ 250 ഏക്കറോളം വരുന്ന നെൽകൃഷി ഉണങ്ങിപ്പോകുമെന്ന് ഉറപ്പാണെന്നും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച ജലസേചന പദ്ധതി ഉടൻ പ്രവർത്തനം തുടങ്ങണമെന്നും നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ പറഞ്ഞു. ഈ പ്രദേശത്ത് ഏക്കർ കണക്കിന് കൃഷിക്ക് അത് ഉപയുക്തമായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായി ഇതൊരു നാഥനില്ലാ കളരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു വെള്ളാനകളുടെ ഓഫീസായിട്ട് മാറിയ സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഏക്കർ കണക്കിന് കൃഷി ഇപ്പൊ നേരത്തെ ഇവിടെ കൃഷിക്കാർ പറഞ്ഞതുപോലെ കതിരായി അങ്ങനെ നിൽക്കുന്ന പൊട്ടിലായി കോലും പൊട്ടിലായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഇപ്പൊ വെള്ളം അടിക്കുന്നില്ല. കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം ഇവിടെ പമ്പിങ് നടന്നിട്ടില്ല. പമ്പ് ഓപ്പറേറ്റർ ദിവസം ഇവിടെ വരുന്നല്ലാതെ അദ്ദേഹത്തിന് പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ട്രാൻസ്ഫോമറിൽ ഓയിൽ ഒഴിക്കാതെ ഇനി ആ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഇത് പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ, നിഷ്ക്രിയത്വം അവർക്ക് കർഷകരുടെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. ഈ മനോഭാവം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഈ പ്രദേശത്തെ കർഷകരെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് വേണ്ടി വന്നാൽ പ്രക്ഷോഭ സമരവുമായിട്ട് പോകാൻ ഈ നാട്ടിലെ കൃഷിക്കാർ തയ്യാറാകും. നെടുങ്കയം ജലസേചന പദ്ധതി പ്രവർത്തനം ആരംഭിച്ച് ഉടൻ പമ്പിംഗ് തുടങ്ങണമെന്ന് കേരള കർഷക സംഘം നെല്ലായ വില്ലേജ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൃഷിക്കാർ ഇത്രയും ദുരിതത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ കൃഷി ചെയ്ത അവസാനമാകുമ്പോൾ ഈ പൊട്ടും കതിരാവേണ്ട സമയത്ത് ഇവിടെ വെള്ളം അടിക്കാൻ കഴിയാത്തത്
വളരെ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന ഒരു നയമാണ്. സർക്കാർ പല ആനുകൂല്യങ്ങളും മറ്റും പറയുന്നുണ്ടെങ്കിലും ഈ മോട്ടർ കേടുന്ന മോട്ടർ നേരേക്ക് ഉടനെ അത് വെള്ളം ഒരാഴ്ചയുടെ ഉള്ളിൽ അടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ കർഷക സംഘം എന്നുള്ള നിലയ്ക്ക് ഇത് ഈ ഏറ്റെടുത്ത് അതിന് വേണ്ട സമരമുറകൾ ആരംഭിക്കുന്നതാണ്. കർഷക സംഘം ഭാരവാഹികളായ എൻ സേതുമാധവൻ, സി വിജയകുമാർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. നെടുങ്കയം ചെറുകിട ജലസേചന പദ്ധതി തടസ്സപ്പെട്ടത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് നെല്ലായ ഗ്രാമപഞ്ചായത്ത് അംഗം മരക്കാർ മാരായമംഗലം ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. പ്രശ്നം ചർച്ച ചെയ്യാൻ ഡിസംബർ 9 കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ സർവകക്ഷി യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേടുവന്ന മോട്ടോറുകൾ ശരിയാക്കാത്തതും പുതിയ 2 മോട്ടോറുകൾ ഫിറ്റ് ചെയ്യാത്തതും നെടുങ്കയം പദ്ധതി പുനരാരംഭിക്കാൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. ജലസേചന വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പദ്ധതി പുനരാരംഭിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രദേശം ഉൾപ്പെട്ട വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം മരക്കാർ മാരായമംഗലം അറിയിച്ചു. പ്രധാന കാർഷിക മേഖലയായ പഞ്ചായത്തിൽ 1-2 വാർഡുകൾ കേന്ദ്രീകരിച്ച് 18 വാർഡുകൾ 1, 2, 18 എന്നീ വാർഡുകൾ കേന്ദ്രീകരിച്ച് കർഷകർ കൃഷി ആവശ്യത്തിന് പ്രധാനമായും ആശ്രയിക്കുന്ന നെടുങ്കയം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ആ പദ്ധതി പ്രവർത്തനക്ഷമമല്ലാതെ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് കേടുവന്ന 2 മോട്ടോറുകൾ, ആ മോട്ടോറുകൾക്ക് പകരമായി സർക്കാർ അനുവദിച്ച മോട്ടോറുകൾ ഫിറ്റ് ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവം, അതുപോലെ തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിലെ ഓയിൽ കഴിഞ്ഞതിൻ്റെ പേരിൽ ആ ഓയിൽ തത്സമയം നിറക്കുന്നതിൽ വന്ന വീഴ്ച, ഈ 2 കാരണം കൊണ്ട് കൃഷിക്ക് വളരെ വെള്ളം ആവശ്യമായ ഈ സമയത്ത് വെള്ളം കിട്ടാതെ കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നിലവിൽ വരികയാണ്. ഈ പദ്ധതി പ്രദേശത്തെ 2-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഷർണൂർ എഞ്ചിനീയറുമായും AXയുമായും പാലക്കാട് Eയുമായും ഞാൻ ബന്ധപ്പെടുകയും അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥ അവർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജലസേചന വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ജോസഫുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ശരിയാക്കുന്നതിന് വേണ്ടി. പ്രശ്നം ചർച്ച ചെയ്യാൻ ഡിസംബർ 9 കർഷകരെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ എല്ലാ കൃഷിയും നശിച്ചു പോകുന്ന, ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നിലവിലുള്ളത്. എന്തു ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് വാർഡ് പ്രതിനിധി മെമ്പർ എന്നുള്ള രൂപത്തിൽ ഞാൻ ഈ ഞായറാഴ്ച 9-ാം തീയതി അവിടുത്തെ കർഷകരുടെ ജനപ്രതിനിധികളുടെ യോഗം ആ പദ്ധതി പ്രദേശത്തെ വാർഡ് മെമ്പർ എന്നുള്ള രൂപത്തിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതിൽ കർഷകരെ വിളിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, ജനപ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. യോഗം ചേർന്നുകൊണ്ട് ഈ പദ്ധതി കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് സഹകരിക്കേണ്ടുന്നവരുടെ സഹകരണം പരിപൂർണമായും ഉറപ്പാക്കി ഈ വേനൽക്കാലത്ത് കർഷകർക്ക് വെള്ളം ലഭ്യമാകുന്നതിനാവശ്യമായ പരിപാടികൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ AK പ്രബലയെ അയോഗ്യയാക്കണമെന്ന ഹർജി ഇലക്ഷൻ കമ്മീഷൻ തള്ളി. CPMൽ ചേർന്ന് പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിധി. ഒറ്റപ്പാലം നഗരസഭയിലെ 32-ാം വാർഡ് കൗൺസിലറായ AK പ്രബലയെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM വിമത നേതാവുമായ VK മോഹനൻ നൽകിയ ഹർജിയാണ് ഇലക്ഷൻ കമ്മീഷൻ തള്ളിയത്. ഏതാണ്ട് 1 വർഷം നീണ്ട വിചാരണകൾക്ക് ശേഷമാണ് വിധി പ്രസ്താവന. CPM വിമതർക്കൊപ്പം നിന്ന് മത്സരിച്ച AK പ്രബല പിന്നീട് CPMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. നഗരസഭാ കൗൺസിലും CPM നിലപാടിനൊപ്പം ചേർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് AK പ്രബലയെ അയോഗ്യയാക്കണമെന്ന് CPM വിമതർ ആവശ്യപ്പെട്ടത്. ഈ കേസിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു. വിചാരണകൾക്ക് ശേഷം 2 തവണ വിധി പറയാനായി മാറ്റിവെക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഹർജി തള്ളിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ശശിധരൻ നായർ വിധി പ്രസ്താവിച്ചത്. AK പ്രബലയെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് CPM വിമതർ. അടുത്ത ദിവസം തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് വിമത നേതാവ് SR പ്രകാശ് പറഞ്ഞു. 2011 ജൂണിലാണ് AK പ്രബല CPM വിമത ഗ്രൂപ്പിൽ നിന്നും CPM ചേരിയിലേക്ക് കാലുമാറിയത്. CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കയറുമെന്ന് ചേരി മാറിയ വിവരം AK പ്രബല പ്രഖ്യാപിച്ചു. തുടർന്ന് കൗൺസിലിൽ CPMന്റെ നിലപാടിനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തെളിയിക്കാനായില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും കേസ് ഹൈക്കോടതിയിലെത്തുമ്പോൾ വിമതർ വളരെ കരുതലോടെയാകും നീങ്ങുക. എന്തായാലും നഗരസഭാ ഭരണം 2 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ തുടർന്നുള്ള നിയമയുദ്ധത്തിനും കൂടുതൽ സമയമെടുത്തേക്കും. എന്നാൽ ഇക്കാര്യത്തിൽ CPM വിമതർ ശക്തമായ നിലപാടിൽ തന്നെയാണ്. VK മോഹനന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് SR പ്രകാശ് അറിയിച്ചത്. ഈ വിധി ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാനും നീതി കിട്ടുന്നതുവരെ ഈ പോരാട്ടം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സാങ്കേതികമായിട്ടുള്ള
കണ്ടെത്തൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത് എന്ന് മനസ്സിലാക്കുന്നു. വിധിന്യായം കിട്ടിയിട്ടില്ല. അത് വായിച്ചു നോക്കി വിശദാംശങ്ങൾ പരിശോധിച്ച് നിശ്ചയമായും ഹൈക്കോടതിയെ സമീപിക്കും. ഈ പോരാട്ടം തുടരും. പോരാട്ടത്തിൽ അന്തിമ വിജയം ഞങ്ങളുടേതാണ് എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക്. പാലക്കാട് DCC സെക്രട്ടറി TP ഷാജിയുടെ പട്ടാമ്പിയിലെ വീടിന് നേരെ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് വീട് സന്ദർശിച്ച CP മുഹമ്മദ് MLA-യും DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറിയും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ TP ഷാജിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ആക്രമണം. TP ഷാജി സ്ഥലത്ത് ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വീടിന്റെ ജനൽ തകർന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് വ്യക്തമാക്കി. CP മുഹമ്മദ് MLA, DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, മറ്റ് നേതാക്കളായ കമ്മുകുട്ടി, എടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, ET ഉമ്മർ തുടങ്ങിയവർ വീട് സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും CP മുഹമ്മദ് MLA-യും DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും ആവശ്യപ്പെട്ടു. TP ഷാജിയുടെ വീട് ഇന്നലെ രാത്രി സാമൂഹ്യ ദ്രോഹികൾ എറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാക്രമണമാണ്. പട്ടാമ്പിയിൽ ഇതാരാണ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ന്യായമായ സംശയങ്ങളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ കുലത്തൊഴിലാക്കിയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ പങ്ക് ഞങ്ങൾ ന്യായമായും സംശയിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ ഒക്കെ പങ്ക് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ കരിവാരി തേക്കിച്ച് കാണിക്കുന്നതിനും ചെറുതാക്കുന്നതിനുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഇത് വളരെ ഗൗരവമായി പാർട്ടി കാണുകയാണ്. നിസ്സാരമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി ആർക്കെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതുന്ന ആളുകൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. പട്ടാമ്പി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് നിരവധി പ്രവർത്തകർ TP ഷാജിയുടെ വീട്ടിൽ എത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഷൊർണൂർ DYSP KM ആന്റണി, പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ KM ദേവസ്യ എന്നിവരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി. ചെറുപ്പശ്ശേരിക്കടുത്ത് മാങ്ങോട് പ്ലംബിംഗ് തൊഴിലാളി ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. വെള്ളിനഴി കുറുവട്ടൂർ കോതാട്ടത്ത് വീട്ടിൽ രാമേന്ദ്രന്റെ മകൻ മണികണ്ഠനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. അടയ്ക്കാപുത്തൂരിൽ ഒരു വീട്ടിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്കിടെ കാൽ വഴുതി വീണാണ് മണികണ്ഠൻ മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. രേഷ്മയാണ് ഭാര്യ. പെരിന്തൽമണ്ണ AE ഓഫീസിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ക്ലർക്കിൽ നിന്നും തുക ഈടാക്കുവാൻ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉത്തരവിട്ടു. ഉപജില്ലാ മേളകൾക്കായി വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്ത തുകയിൽ ക്രമക്കേട് നടത്തിയ ക്ലർക്ക് CM സാജനിൽ നിന്നാണ് തുക ഈടാക്കാൻ ഉത്തരവ്. 2010-2011 അധ്യയന വർഷത്തിൽ പെരിന്തൽമണ്ണ AE ഓഫീസിൽ കലാ കായിക ശാസ്ത്രമേളകളുടെ ചുമതല വഹിച്ചിരുന്ന LD ക്ലർക്ക് CM സാജനിൽ നിന്ന് 61,341 രൂപ ഈടാക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. തുക പെരിന്തൽമണ്ണ AEOവിനെ നേരിട്ട് നൽകി AEOവിൽ നിന്ന് തുക കൈപ്പറ്റിയതിന്റെ റെസീറ്റ് വാങ്ങി മലപ്പുറം DDയെ കാണിക്കാനും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേട് നടന്നതായി പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം CM സാജനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ സാമ്പത്തിക ക്രമക്കേട് ബോധ്യപ്പെടുകയും CM സാജനോട് അനധികൃതമായി കൈപ്പറ്റിയ 61,341 രൂപ പെരിന്തൽമണ്ണ AE ഓഫീസിൽ അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 4 മാസം കഴിഞ്ഞിട്ടും സാജൻ തുക തിരിച്ചടച്ചില്ല. ഈ സാഹചര്യത്തിൽ ഇത്രയും തുക വ്യക്തിഗത ബാധ്യതയായി കണക്കാക്കി സാജന്റെ ശമ്പളത്തിൽ നിന്ന് 31 മാസ ഗഡുക്കളാക്കി തുക തിരിച്ചുപിടിക്കാൻ 2011 ഒക്ടോബർ 22-ന് മലപ്പുറം DD പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകന് ഉത്തരവ് നൽകി. ഇതിനെതിരെ ഗവൺമെന്റ് സെക്രട്ടറി, DPI, DDE, പെരിന്തൽമണ്ണ AEO എന്നിവരെ എതിർകക്ഷി ചേർത്ത് സാജൻ ഹൈക്കോടതിയെ സമീപിച്ചു. പെരിന്തൽമണ്ണ AEO, CM സാജൻ എന്നിവർക്ക് പറയാനുള്ളത് കേട്ട് അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ ഹൈക്കോടതി വിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതനുസരിച്ച് വിദ്യാഭ്യാസ ഡയറക്ടർ AEO, CM സാജൻ എന്നിവരുടെ ഹിയറിംഗ് നടത്തി. സാജൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ 61,346 രൂപ ഒറ്റഗഡുവായി തിരിച്ചടയ്ക്കണമെന്ന് DPI ഉത്തരവിട്ടു. ഇതനുസരിച്ച് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ തുക പെരിന്തൽമണ്ണ AE ഓഫീസിൽ അടയ്ക്കാൻ സാജന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജുകൾ ഉണർന്നു. നടന, ലാസ്യഭാവ ലയങ്ങളിൽ മിഴിവേകി കൗമാര പ്രതിഭകളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആസ്വാദകരെ പിടിച്ചിരുന്നതായിരുന്നു. ചൊവ്വാഴ്ചയാണ് സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിച്ചത്.
ഭരതനാട്യം, നാടോടി നൃത്തം, കുച്ചിപ്പുടി തുടങ്ങിയ കലാപ്രതിഭകളുടെ കഴിവ് തെളിയിക്കുന്നതിനുതകുന്ന മത്സരങ്ങളായിരുന്നു ചൊവ്വാഴ്ചയോട് ആരംഭിച്ചത്. LP, UP വിഭാഗം മത്സരങ്ങളാണ് അധികവും വേദി കീഴടക്കിയത്. 4500ഓളം പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 3000-ലധികവും സ്റ്റേജ് മത്സരാർത്ഥികളാണ്. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം പിന്നിടുമ്പോൾ മണ്ണാർക്കാട് MET ഹയർ സെക്കൻഡറി സ്കൂളും തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂളുമാണ് പോയിന്റ് നിലയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ആതിഥേയരായ പള്ളിക്കുറുപ്പ് ശബരി ഹൈസ്കൂളും മികച്ച പ്രകടനമാണ് സ്റ്റേജ് മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്നത്. രണ്ടാം ദിനം പിന്നിടുമ്പോൾ ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ 18 പോയിന്റുമായി MET ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂൾ 13 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂളും ആതിഥേയരായ ശബരി സ്കൂളും 22 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. കുമരംപുത്തൂർ കല്ലടി ഹൈസ്കൂളാണ് 18 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുള്ളത്. UP ജനറൽ വിഭാഗത്തിൽ നെച്ചുള്ളി UP സ്കൂൾ 17 പോയിന്റോടെ മുന്നേറുന്നു. 16 പോയിന്റോടെ തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂളും പുല്ലശ്ശേരി സെന്റ് മേരീസ് സ്കൂളും തൊട്ടുപിന്നിലുണ്ട്. LP വിഭാഗത്തിൽ 15 പോയിന്റോടെ തിരുവിഴാംകുന്ന് GLP സ്കൂളും അലനല്ലൂർ KLP സ്കൂളും മുന്നിട്ട് നിൽക്കുന്നു. ഇരുമ്പകച്ചോല NALP സ്കൂളാണ് 11 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുള്ളത്. മത്സരഫലങ്ങൾ അപ്പോൾ ലോകത്തെ അറിയിച്ച പബ്ലിസിറ്റി കമ്മിറ്റിയും അതിവേഗത്തിലാണ്. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ഫലമറിയാൻ www.kalotsavam.mkd.blog.spot.com എന്ന വെബ്സൈറ്റ് നോക്കിയാൽ മതി. നാടോടുമ്പോൾ നടുവേ എന്നാണല്ലോ പഴമൊഴി. അത് അന്വർത്ഥമാക്കുകയാണ് മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ പബ്ലിസിറ്റി കമ്മിറ്റിയും. മുൻപൊക്കെ മത്സരം കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞാലും ഫലമറിയില്ല. കൂടാതെ സംഘാടകർ ഫലം ചോദിച്ചെത്തുന്നവരുടെ മുന്നിൽ വിയർക്കുന്നതും കാണാം. എന്നാൽ ഇപ്പോൾ കാലമൊക്കെ മാറി. മത്സരം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തെവിടെ നിന്നും ഇപ്പോൾ ഫലമറിയാനുള്ള സംവിധാനമാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. മത്സര ഇനങ്ങൾ അവസാനിച്ചു കഴിയുമ്പോൾ തന്നെ മത്സര ഇനങ്ങളുടെ ഫലങ്ങൾ കേരള കലോത്സവത്തിൻ്റെ ഒരു വെബ്സൈറ്റിൽ ഒരു ബ്ലോഗിലൂടെ തയ്യാറാക്കി അതാത് സമയത്ത് തന്നെ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ മത്സരാർത്ഥികൾക്ക് തങ്ങളുടെ മത്സര ഫലങ്ങൾ അറിയുന്നതിനും പത്രമാധ്യമങ്ങൾക്കെല്ലാം വളരെ നിഷ്പ്രയാസം എളുപ്പത്തിൽ തന്നെ എല്ലാ മത്സരങ്ങളും സംഘാടക സമിതിയുമായോ പ്രോഗ്രാം കമ്മിറ്റിയുമായോ ആലോചിക്കാതെ തന്നെ ബ്ലോഗിൽ നിന്ന് നേരിട്ട് മത്സര ഫലങ്ങൾ കണ്ട് പത്രത്തിലൂടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിനും സാധിക്കുന്നു. എന്നാൽ ഇതിൽ ഒരു കുഴപ്പമുണ്ട്. ഫലമറിയാൻ ചാനലുകൾക്ക് മുമ്പിൽ ഇരിക്കുന്നവരും പിറ്റേ ദിവസം പത്രത്തിനു വേണ്ടി ഓടുന്നവരും കുറയുമോ എന്നൊരാശങ്ക ചിലർക്കുണ്ട്. എന്തായാലും ഞങ്ങൾ നേരത്തെ തന്ന ഫലത്തിൽ എത്ര മാറ്റം വന്നെന്ന് www.kalotsavam.blogspot.com എന്ന വെബ്സൈറ്റ് പരിശോധിച്ചോളൂ. എല്ലാ സ്കൂൾ കലോത്സവങ്ങൾക്കും ആതിഥേയരാവുന്ന സ്കൂളിലെ NSS സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് സഹായഹസ്തവുമായി രംഗത്തുണ്ടാവുക. എന്നാൽ മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്റ്റുഡൻസ് പോലീസിന്റെയും കൈകളിലാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഉപജില്ലാ കലോത്സവം വന്നത് ഞങ്ങളുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ആ കലോത്സവം ഭംഗിയാക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തവുമുണ്ട്. ഞങ്ങളെ അക്ഷരവും അറിവും പഠിപ്പിച്ച സ്കൂളിനെ തന്നെ തേടിയെത്തിയിരിക്കുന്ന ഈ ഉത്സവം ഞങ്ങൾ ഗംഭീരമാക്കും. ഇതാണ് ഇവിടെ സേവന സന്നദ്ധരായിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. ഈ പള്ളിക്കുറുപ്പിന്റെ വിദ്യാലയത്തിന്റെ പാരമ്പര്യവും എല്ലാം ഈ നാടിന്റെ ഉത്സവമാക്കി മാറ്റുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നാട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ നാടിന്റെ ഒരു ഉത്സവമാക്കി ഈ കലോത്സവത്തെ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇവിടെ വരുന്ന മറ്റു വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു സഹായമായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന് നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. സ്കൂളിലേക്ക് എത്തുന്നവർക്ക് വാഹന സൗകര്യം, അസ്വസ്ഥത അനുഭവപ്പെടുന്നവർക്ക് ആശുപത്രി സൗകര്യം, കുടിവെള്ളം തുടങ്ങി എല്ലാ സേവനങ്ങളും ഒരുക്കി സ്കൂളിന് മുമ്പിൽ തന്നെ ഇവർ റെഡിയാണ്. എന്നാൽ ഇവരെ പോലെ തന്നെ നാടിന്റെ കാവൽക്കാരാകാൻ കൊതിക്കുന്ന മറ്റൊരു സംഘവും കലോത്സവത്തിന്റെ സേവനപാതയിൽ സജീവമാണ്. പൂർവ്വ വിദ്യാർത്ഥികളെക്കാൾ അല്പം അച്ചടക്കവും ഗാംഭീര്യവും ഇവർക്ക് കൂടും. കാരണം ഇവർ കുട്ടി പോലീസാണ്. എങ്ങനെ പെരുമാറണം, ഏതു രീതിയിൽ സേവനങ്ങൾ ചെയ്യണമെന്നൊക്കെ പരിശീലനം ലഭിച്ചവരാണ് ഈ കുട്ടി പോലീസ് സേന. അടുത്തുവരുന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിലും സജീവമായി ഇവരുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് സ്റ്റുഡന്റ് പോലീസിന് നേതൃത്വം നൽകുന്ന SI ദേവിദാസ് പറഞ്ഞു. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ മറ്റിതര സഹായ ആവശ്യങ്ങൾക്കുമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. കുട്ടികളിലൂടെ സാമൂഹ്യ ബോധം വളർത്തുക, അതുപോലെ തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്റ്റുഡൻസ് പോലീസിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ വേദികളിലും എല്ലാ സ്റ്റേജുകളിലും അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ആവശ്യമായ നിർദ്ദേശങ്ങളും.
ഏതാണ്ട് 100ഓളം വരുന്ന സ്റ്റുഡൻസ് പോലീസിന് സഹായവും വഴികാട്ടിയുമായി പൊറ്റശ്ശേരി GHSസിലെ അധ്യാപിക ബുഷറ ബീഗവും ഇവർക്കൊപ്പമുണ്ട്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി 4 ദിവസങ്ങളായി നടക്കുന്ന മത്സരം ഡിസംബർ 7-ന് സമാപിക്കും. ഷൊർണൂർ ഉപജില്ലയിലെ 75 സ്കൂളുകളിൽ നിന്നായി 3000ഓളം വിദ്യാർത്ഥികളാണ് 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 18 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശാസ്ത്രീയ സംഗീതം, പദ്യം ചൊല്ലൽ, മാപ്പിളപ്പാട്ട്, കഥ, കവിത, ഉപന്യാസം തുടങ്ങി രചനാ മത്സരങ്ങളും അറബിക് സാഹിത്യോത്സവം, സംസ്കൃതോത്സവം തുടങ്ങിയവയുമാണ് ആദ്യ ദിനം നടന്നത്. ചിത്രരചന, കാർട്ടൂൺ മത്സരങ്ങളും ആദ്യ ദിവസം നടന്നു. ചിത്രരചനയിൽ UP വിഭാഗത്തിന് ഓമനപ്പൂച്ചയും ഞങ്ങളും എന്നതായിരുന്നു നൽകിയ വിഷയം. ഹൈസ്കൂൾ വിഭാഗത്തിന് ചായക്കടയിലെ പത്രവായനയും ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിന് സ്ത്രീ പുരുഷ തൊഴിലാളികൾ എന്നതുമായിരുന്നു നൽകിയ വിഷയങ്ങൾ. കാർട്ടൂണിന് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ നൽകിയ വിഷയം ഭക്ഷ്യവിഷബാധ എന്നതായിരുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, മോണോ ആക്ട്, കഥകളി സംഗീതം, സംഘഗാനം, ഗാനമേള തുടങ്ങി 35ഓളം ഇനങ്ങളിൽ തിങ്കളാഴ്ച മത്സരങ്ങൾ നടക്കും. മോഹിനിയാട്ടം, സംഘനൃത്തം, നാടോടി നൃത്തം തുടങ്ങി 30ഓളം ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും. സ്കൂൾ കലോത്സവങ്ങളിൽ പുതുതായി ഉൾപ്പെടുത്തിയ നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങൾ അവസാന ദിവസമാണ് നടക്കുക. TP ചന്ദ്രശേഖരൻ വധത്തോടുകൂടി CPM ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുവെന്ന് CP മുഹമ്മദ് MLA. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ UDF സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ മുന്നണിയുടെ ആളുകളെല്ലാം വയറ്റിൽ സൂക്ഷിക്കുന്ന സാധനം ലക്കിടിപ്പേരൂരിലെ സഖാക്കള് തലയിലാണ് സൂക്ഷിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ശിവദാസ മാഷ് ഏതെങ്കിലും ഒരു സ്ഥാനത്തിന്റെ പിന്നാലെ പോകുന്ന ആളല്ല. ലക്കിടിപ്പേരൂരിലെ കുഞ്ചൻ സ്മാരകത്തിന് ശമ്പളം പറ്റുന്ന ഒരു ജോലിയുമല്ലത്. അതിന്റെ എന്താണ് ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റ് എന്ന് ഇതിനു മുമ്പ് മാർക്സിസ്റ്റുകാര് അതിന്റെ ചെയർമാൻ പദവി വഹിച്ചപ്പോൾ അറിയാവുന്ന കാര്യമാണ്. CPM നടത്തുന്ന സമരങ്ങൾക്കൊന്നും ഇപ്പോൾ ജനപങ്കാളിത്തമില്ല. കഴിഞ്ഞ ദിവസം നടന്ന സമരങ്ങളിൽ പങ്കെടുത്തവരുടെ വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടോ എന്ന് പോലും സംശയമാണ് CP മുഹമ്മദ് MLA പറഞ്ഞു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇരട്ടാനുകൂല്യം പറ്റുന്നുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് UDFന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നായിരുന്നു CPM ആവശ്യപ്പെട്ടത്. ലക്കിടി കൂട്ടുപാതയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗം PA ഷൌക്കത്ത് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KK ആസീസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സത്യൻ പെരുമ്പ്രക്കോട്, പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീവത്സൻ, വൈസ് പ്രസിഡന്റ് VH സുഹറ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനം ഫെബ്രുവരിയിൽ മണ്ണാർക്കാട് നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശി നിർവഹിച്ചു. ഫെബ്രുവരി 9, 10, 11 തീയതികളിലാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന്റെ സ്വാഗത സംഘമാണ് ചൊവ്വാഴ്ച രൂപീകരിച്ചത്. സ്വാഗത സംഘം ചെയർമാനായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിയെയും ജോയിന്റ് കൺവീനറായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കല്ലടി ഉണ്ണിക്കമ്മൂനെയും തിരഞ്ഞെടുത്തു. CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനും MP രാജേഷ് MPയുമാണ് രക്ഷാധികാരികൾ. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഉണ്ണിക്കമ്മു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ, സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ്, CPIM ഏരിയ സെക്രട്ടറി M ചന്ദ്രശേഖരൻ, ഏരിയ സെന്റർ അംഗങ്ങളായ K സുദർശനകുമാർ, PR സെബാസ്റ്റ്യൻ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KN സുശീല തുടങ്ങിയവരും സംസാരിച്ചു. ഏലംകുളം കുന്നക്കാവിൽ മികച്ച ഓട്ടോ ഡ്രൈവർമാരെ കണ്ടെത്തി ആദരിച്ചു. സോളിഡാരിറ്റിയാണ് വ്യത്യസ്തമായി ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. നിത്യജീവിതത്തിൽ എല്ലാവർക്കും വേണ്ട യാത്രാവാഹനമാണ് ഓട്ടോറിക്ഷ. എന്നാൽ ഓട്ടോ ഡ്രൈവർമാർക്ക് സമൂഹത്തിൽ നിന്നും വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് ഏലംകുളം കുന്നക്കാവിൽ 7 മാതൃകാ ഓട്ടോ ഡ്രൈവർമാരെ സോളിഡാരിറ്റി കണ്ടെത്തിയത്. കുന്നക്കാവ്, ചെറുകര, മുതുകുറിശി, ഏലംകുളം ഓട്ടോ സ്റ്റാൻഡുകളിൽ സ്ഥാപിച്ച പ്രത്യേക നിർദ്ദേശ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന മൊബൈൽ നമ്പറിൽ അഭിപ്രായം അറിയിക്കാം. ഇങ്ങനെ നാട്ടുകാർ നൽകിയ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ജൂറിയാണ് 7 മികച്ച ഓട്ടോ ഡ്രൈവർമാരെ കണ്ടെത്തിയത്. ഓട്ടോ ഡ്രൈവർമാരുടെ പെരുമാറ്റം, സേവന സന്നദ്ധത, ആത്മാർത്ഥത എന്നിവയെല്ലാം തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളായിരുന്നു. തിരഞ്ഞെടുത്തവരെ സോളിഡാരിറ്റി കുന്നക്കാവിൽ ആദരിച്ചു. ഇരിയത്തിമ്പറമ്പ് ബഷീർ, മലയതൊടി അനിൽ എന്ന ഉണ്ണി, അയ്യൊടി ഉണ്ണികൃഷ്ണൻ, പെരിയതൊടി ഹംസ, കുന്നത് സൈതാലി, പുത്തൻപുരയ്ക്കൽ അനൂപ്, ആക്കപ്പറമ്പിൽ യാക്കൂബ് എന്നിവരെയാണ് മികച്ച ഡ്രൈവർമാരായി തിരഞ്ഞെടുത്ത് ആദരിച്ചത്. കുന്നക്കാവിൽ നടന്ന പരിപാടി മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിൽ ഉദ്ഘാടനം ചെയ്തു. സോളിഡാരിറ്റി കുന്നക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു. സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി മുഖ്യപ്രഭാഷണം നടത്തി. സമദ് കുന്നക്കാവ്, K നൌഷദ്, AT ഷറഫുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF മണ്ണാർക്കാട് കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൈസ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. യാതൊരു സംഘടനാ മര്യാദയും പാലിക്കാത്ത പാർട്ടിയാണ് UDF എന്ന് നൈസ് മാത്യു കുറ്റപ്പെടുത്തി. CPIM ഏരിയ സെക്രട്ടറി M ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെന്റർ അംഗങ്ങളായ KA സുദർശനകുമാർ, TR സെബാസ്റ്റ്യൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P പ്രഭാകരൻ, മണ്ഡലം സെക്രട്ടറി P ശിവദാസൻ, അയ്യപ്പൻ, സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റം തടയുക, റേഷൻ സംവിധാനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക,
ഗ്യാസ് സബ്സിഡി എടുത്തുകളയുന്ന നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടുംബധർണ നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന അന്ന് അവിടെ ഒരു ബസ് പറഞ്ഞാൽ അതിനകത്ത് ഭൂരിഭാഗവും മാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന ഭാരവാഹികളായിരിക്കും അവർ. അത്ര ദയനീയമാണ് ഇവരുടെയൊക്കെ കാര്യം. അങ്ങനെയാണ് കോൺഗ്രസിന്റെ തന്നെയല്ലേ വേദിയില് മിനിഞ്ഞാന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും പത്രത്തിലല്ലേ ചന്ദ്രശേഖരൻ തന്നെ ഒരു മഹിളാ കോൺഗ്രസിന്റെ ഏതാണ്ട് ഒരു ഫെഡറേഷന്റെ ഒരു മീറ്റിംഗ് നടക്കുക. ഞാനിങ്ങനെ എന്നെ നോക്കി. വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലേബർ ഇന്ത്യ സ്കൂളിലെ വിദ്യാർത്ഥികൾ അംഗങ്ങളായ ഉറവിട മാലിന്യ സംസ്കരണ പ്രചരണ കേരളയാത്രയ്ക്ക് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. 14 ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഉറവിട മാലിന്യ സംസ്കരണ പ്രചരണ യാത്ര പര്യടനം നടത്തുന്നത്. ഉറവിട മാലിന്യ സംസ്കരണത്തിൽ വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും പങ്കാളികളാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. നവംബർ 1 തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര ഡിസംബർ 7 കാസർഗോഡ് സമാപിക്കും. പര്യടനം നടത്തുന്ന സ്കൂളുകളിൽ പൈപ്പ് കമ്പോസ്റ്റിന് സാമ്പിൾ പൈപ്പുകളും വിതരണം ചെയ്യുന്നുണ്ട്. 2013 ഫെബ്രുവരി 20-21 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ INTUC മണ്ണാർക്കാട് റീജിയണൽ കമ്മിറ്റി തീരുമാനിച്ചു. ഇതിനായി ഫെബ്രുവരി 11 മണ്ണാർക്കാട് വിപുലമായ കൺവെൻഷൻ സംഘടിപ്പിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ചൊവ്വാഴ്ച ചേർന്ന INTUC റീജിയണൽ കമ്മിറ്റിയിലാണ് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനുള്ള ചർച്ച നടന്നത്. ചർച്ച INTUC ജില്ലാ പ്രസിഡന്റ് K. അപ്പു ഉദ്ഘാടനം ചെയ്തു. അത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയുടെ INTUC ഭാരവാഹികളുടെ യോഗമാണ്. എല്ലാ മണ്ഡലത്തിലും ആളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റീജിയണൽ പ്രസിഡന്റ് PR സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ മുഹമ്മദ് ഇബ്രാഹിം, P. മുഹമ്മദ് അലി, P. രാജു, P. പ്രസാദ്, P. മുത്തു, അലി മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. നെല്ലായ നെടുങ്കയം ജലസേചന പദ്ധതി പ്രവർത്തനം നിലച്ചു. 250 ഏക്കർ കൃഷി ഉണക്ക് ഭീഷണിയിൽ. ഉടൻ നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന കർഷക സംഘം. പ്രശ്നം പരിഹരിക്കാൻ ഡിസംബർ 9 സർവകക്ഷി യോഗം വിളിക്കുമെന്ന് വാർഡംഗം മരക്കാർ മാരായമംഗലം. ഒറ്റപ്പാലത്ത് CPM വിമതരുടെ ശ്രമം വിഫലമായി. CPMലേക്ക് കൂറുമാറിയ കൗൺസിലർ AK പ്രബലയെ അയോഗ്യയാക്കണമെന്ന വിമതരുടെ ഹർജി ഇലക്ഷൻ കമ്മീഷൻ തള്ളി. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വിമത നേതാവ് SR പ്രകാശ്. പട്ടാമ്പിയിൽ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെ രാത്രി ആക്രമണം. സമഗ്രമായ അന്വേഷണം വേണമെന്ന് CP മുഹമ്മദ് MLA. പെരിന്തൽമണ്ണ വിദ്യാഭ്യാസ ഓഫീസിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ക്ലർക്കിൽ നിന്നും തുക തിരിച്ചുപിടിക്കാൻ ഉത്തരവ്. ക്രമക്കേട് നടത്തിയത് ഉപജില്ലാ മേളകൾക്കായി വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്ത തുകയിൽ നിന്ന്. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ METയും ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളും മുന്നേറ്റം തുടരുന്നു. ഷൊർണൂർ ഉപജില്ലാ കലോത്സവ നൃത്ത മത്സരങ്ങൾ ബുധനാഴ്ച മുതൽ വല്ലപ്പുഴയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.